കണ്ണൂർ കോർപ്പറേഷന്റെ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നിർമ്മാണ കരാർ റദ്ദാക്കി. CPIM ജില്ലാ സെക്രട്ടറി KK രാഗേഷ് അഴിമതി ആരോപണം ഉന്നയിച്ച മരക്കാർകണ്ടിയിലെ പ്ലാന്റിന്റെ കരാറാണ് റദ്ദാക്കിയത്. കരാറിനെതിരെ 140 കോടിയുടെ അഴിമതിയാണ് ആരോപിക്കപ്പെട്ടത്. ടെൻഡർ റദ്ദാക്കിയത് രാഷ്ട്രീയ പ്രേരിതമെന്ന് കണ്ണൂർ മേയർ മുസ്ലിം മഠത്തിൽ പറഞ്ഞു. വാക്കുകളിലേക്ക്. KK രാഗേഷ് ഇവിടെ ജില്ലാ സെക്രട്ടറി അധികാരമേൽക്കുമ്പോൾ പറഞ്ഞത് കോർപ്പറേഷൻ എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കുമെന്നാണ്. ആ എങ്ങനെയെങ്കിലും എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടുള്ള വൃത്തികെട്ട സമീപനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. ഇത്തരം വികസന പദ്ധതികൾ നടക്കാൻ പാടില്ല എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് അത്തരം ഇടപെടലുകൾ ഉണ്ടായിട്ടുള്ളത്. അത് അദ്ദേഹം ആദ്യമായി ഈ വിഷയം പറയുമ്പോൾ പൊതുപരിപാടിയിൽ അദ്ദേഹം പറഞ്ഞത് നടക്കാൻ പോകില്ല, നടക്കാൻ വിടില്ല എന്നുള്ളതാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി നിന്ന ആളുകളാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിനുള്ള രാഷ്ട്രീയ സ്വാധീനം, ഇവിടെ ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. ആ സ്വാധീനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കോർപ്പറേഷൻ്റെ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തിയതിൻ്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് ഇത് എന്നാണ് പറയാനുള്ളത്. ഷഹദ, ഗുഡ് ആഫ്റ്റർനൂൺ. 140 കോടിയുടെ അഴിമതി ആരോപിക്കപ്പെട്ട ഒരു പദ്ധതി ടെൻഡർ റദ്ദാക്കുന്നു. പക്ഷേ ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കണ്ണൂർ മേയർ പറയുന്നു. വിവരങ്ങൾ. ക്രിസ്ത്യന, ഇതിനെ ചൊല്ലി കഴിഞ്ഞ ഏറെ നാളായി കണ്ണൂർ കോർപ്പറേഷനിൽ വലിയ തരത്തിലുള്ള വിവാദങ്ങൾ പൊങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം കോർപ്പറേഷനിലേക്ക് ഡിവൈഎഫ്ഐയുടെ മാർച്ചൊക്കെ ഉണ്ടായിരുന്നു. അത് വലിയ സംഘർഷത്തിലാണ് കലാശിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും അതിന് തൊട്ടു പുറകെയാണ് ഇപ്പോൾ ഈ കരാർ റദ്ദാക്കിക്കൊണ്ട് ഉത്തരവ് പുറത്തു വരുന്നത് എന്നുള്ളതാണ്. ഇതിൽ വലിയ രീതിയിലുള്ള അഴിമതി നടന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും LDF ആരോപിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. അതായത് വികസന പ്രവർത്തനങ്ങളെ മനഃപൂർവ്വം ബോധപൂർവം അധികാരം കയ്യിലിരിക്കുന്നതിൻ്റെ ഹുങ്ക് കൊണ്ട് തകർക്കാൻ ശ്രമിക്കുകയാണ് LDF എന്ന ആരോപണമാണ് UDF പ്രധാനമായിട്ടും ആരോപിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ഈ കരാർ റദ്ദാക്കി എന്ന് കാണിച്ചുകൊണ്ട് അതിൻ്റെ ഡോക്യുമെൻ്റ് പുറത്തു വരുന്നത്. അതിന് തൊട്ടുപിറകെയാണ് ഇന്ന് കണ്ണൂർ കോർപ്പറേഷൻ മേയർ തന്നെ വാർത്താ സമ്മേളനം വിളിക്കുകയും ഈ ആരോപണങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണ് എന്ന് പറഞ്ഞ് തള്ളുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും വിഷയത്തിൽ നിയമ നടപടിക്കൊക്കെ പോകാൻ ഒരുങ്ങുകയായിരുന്നു കണ്ണൂർ കോർപ്പറേഷൻ മേയർ. അതിനിടയിലാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കൂടി വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇനി ഈ വിഷയത്തിൽ എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണണം. എന്തായാലും കഴിഞ്ഞ ഏറെ ദിവസത്തെ വലിയൊരു വിവാദമായിരുന്നു, വലിയ ചർച്ചയായിരുന്നു, സംഘർഷങ്ങളൊക്കെ നടന്ന ഒരു വിഷയമാണ്. അതാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ കരാർ റദ്ദാക്കിക്കൊണ്ട് പര്യവസാനിച്ചിരിക്കുന്നത്. ഷഹദ് റഹ്മാനാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.